15ാം കേരള നിയമസഭയുടെ 12ാം സമ്മേളനത്തിന് തുടക്കമായി. സമാനതകളില്ലാത്ത ദുരന്തമാണ് ഉണ്ടായതെന്ന് മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞു. ഇത്രയും മനുഷ്യജീവനുകൾ പൊലിഞ്ഞ മറ്റൊരു ദുരന്തത്തെ കേരളം നേരിട്ടിട്ടില്ലെന്ന് സ്പീക്കർ എൻ ഷംസീർ പറഞ്ഞു. വയനാട് ദുരന്തത്തിൽ മരിച്ചവർക്ക് ചരമോപചാരം അർപ്പിച്ചാണ് സഭ ഇന്നത്തേക്ക് പിരിഞ്ഞത്. 9 ദിവസമാണ് നിയമസഭ സമ്മേളിക്കുന്നത്. ടിൻഡു ദാസ് ചേരുന്നു. ടിൻഡു, സഭയിൽ നിന്നുള്ള വിവരങ്ങൾ. രോഹിണി, ചൂരൽമല, വിലങ്ങാട് പ്രകൃതി ദുരന്തങ്ങളിൽ അനുശോചനം അറിയിച്ചുകൊണ്ടായിരുന്നു നിയമസഭാ സമ്മേളനം ആരംഭിച്ചത്. സമാനതകളില്ലാത്ത മഹാദുരന്തത്തിന് ചൂരൽമലയിൽ ഉണ്ടായിരുന്ന മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞു. ഏതാണ്ട് 1200 കോടി രൂപയുടെ നഷ്ടമുണ്ടായതായും മുഖ്യമന്ത്രി സഭയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ മന്ദഗതിയിലെന്ന വിമർശനവുമായി പ്രതിപക്ഷ നേതാവും ഈ സഭയിൽ വിമർശനങ്ങൾ ഉയർത്തി. കേന്ദ്ര സഹായത്തെ കുറിച്ചുമൊക്കെ സഭയിൽ പരാമർശമുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ മറ്റു ഘടകകക്ഷികളും ഈ ചൂരൽമല, വിലങ്ങാട്, മുണ്ടക്കൈ തുടങ്ങിയ മേഖലയിൽ ഉണ്ടായിട്ടുള്ള ദുരന്തത്തിൽ മരിച്ചവർക്ക് അനുശോചനം അർപ്പിക്കുകയും എത്രയും പെട്ടെന്ന് തന്നെ ദുരിതാശ്വാസ സഹായങ്ങളും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും എത്രയും പെട്ടെന്ന് തന്നെ വിമർശനങ്ങളില്ലാതെ പൂർത്തിയാക്കണമെന്ന് എല്ലാ സഭാംഗങ്ങളും അഭിപ്രായപ്പെടുകയും ചെയ്തു. ഇനി സഭ കൂടുന്നത് ഒക്ടോബർ 7-ാം തീയതി ആയിരിക്കും. ഇന്നത്തേക്ക് ഉരുൾപൊട്ടലിൽ മറ്റും ഉണ്ടായ ദുരന്തങ്ങളിലും ഒക്കെ അനുശോചനം അറിയിച്ചുകൊണ്ട് ഇന്നത്തേക്ക് സഭ പിരിഞ്ഞു. ഈ മാസം 13-ാം തീയതി വരെയാണ് സഭാ നടപടികൾ ഉണ്ടാവുക. പ്രധാനമായിട്ടും ബില്ലുകളാണ്. വെറ്റിനറി സർവകലാശാല, അതോടൊപ്പം തന്നെ അധ്യാപക ബില്ല് തുടങ്ങിയ പ്രധാനപ്പെട്ട 6 ബില്ലുകളുടെ ചർച്ചയായിരിക്കും ഈ സഭാ കാലയളവിൽ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും സഭ ഇന്നത്തേക്ക് ഈ ചൂരൽമല, മുണ്ടക്കയം അതുപോലുള്ള മേഖലകളിലെ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ടുള്ള അനുശോചന പരിപാടികളുമായി ഇന്നത്തേക്ക് സഭ പിരിഞ്ഞിരിക്കുകയാണ്. രോഹിണി. ശരി ടിൻഡു. 15ാം കേരള നിയമസഭയുടെ 12ാം സമ്മേളനത്തിന് തുടക്കമായി. വയനാട് ദുരന്തം സമാനതകളില്ലാത്തതാണ് എന്ന് മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞു. ഇത്രയും മനുഷ്യജീവനുകൾ പൊലിഞ്ഞ മറ്റൊരു ദുരന്തത്തെ കേരളം നേരിട്ടിട്ടില്ല എന്ന് സ്പീക്കർ എൻ ഷംസീറും പറഞ്ഞു. വയനാട് ദുരന്തത്തിൽ മരിച്ചവർക്ക് ചരമോപചാരം അർപ്പിച്ചാണ് സഭ ഇന്നത്തേക്ക് പിരിഞ്ഞത്. ടിൻഡു ദാസാണ് വിവരങ്ങൾ നൽകിയത്.